മുസ്ലിം ലീഗ് ചരിത്ര വിജയം നേടിയ തിരൂർ നഗരസഭയുടെ പുതിയ നഗരപിതാവായി കീഴടത്തിൽ ഇബ്രാഹിം ഹാജി ചുമതലയേൽക്കുമ്പോൾ തിരൂർ ലീഗിൽ പുതിയ ചരിത്രം പിറക്കും. 30 വർഷത്തിന് ശേഷമാണ് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ അമരക്കാരൻ നഗരസഭാധ്യക്ഷ പദവിയിലെത്തുന്നത്. ഇന്ന് രാവിലെ 10:30-ക്കാണ് നഗരസഭാധ്യക്ഷ തെരഞ്ഞെടുപ്പ്. വരണാധികാരി ഒ രതീഷിന്റെ നേതൃത്വത്തിൽ ചേരുന്ന പ്രത്യേക കൌൺസിൽ യോഗത്തിലാണ് നഗരസഭാധ്യക്ഷനെ തിരഞ്ഞെടുക്കുക. യോഗം ആരംഭിക്കുന്നതോടെ വരണാധികാരി നടപടികൾ അവതരിപ്പിക്കും. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഒരു കൌൺസിലർ നിർദ്ദേശിക്കുകയും മറ്റൊരു കൌൺസിലർ പിന്താങ്ങുകയും വേണം. ഒന്നിലധികം ആളുകൾ നിർദ്ദേശിക്കപ്പെട്ടാൽ ബാലറ്റ് ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്തും. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നയാളെ ചെയർപേഴ്സണായി പ്രഖ്യാപിക്കുമെന്ന് വരണാധികാരി ഒ രതീഷ് അറിയിച്ചു. കോൺഗ്രസ് അംഗം നിർദ്ദേശിക്കുകയും ലീഗ് അംഗം പിന്താങ്ങുകയും ചെയ്യുന്നതാണ് UDFിലെ പതിവ്. വൻ ഭൂരിപക്ഷമുള്ളതിനാൽ LDF പ്രതിനിധി മത്സരിച്ചാലും ഇബ്രാഹിം ഹാജിക്ക് വിജയം ഉറപ്പാണ്. 1973-ലാണ് ആദ്യ നഗരസഭാ ഭരണസമിതി നിലവിൽ വന്നത്. അന്ന് മുഹമ്മദ് മൂപ്പനായിരുന്നു അധ്യക്ഷൻ. ദീർഘകാലം തിരൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ അമരക്കാരനും നഗരസഭാ അധ്യക്ഷനുമായിരുന്ന K അബൂബക്കറിന്റെ പിൻഗാമിയായാണ് ഇബ്രാഹിം ഹാജി നഗരപിതാവിന്റെ കസേരയിലേക്ക് എത്തുന്നത്. 1979-84 കാലയളവിലും 1988-95 കാലയളവിലും നഗരസഭാധ്യക്ഷൻ K അബൂബക്കർ ആയിരുന്നു. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. തുടർച്ചയായി 2 തവണ നഗരസഭാധ്യക്ഷ പദവി വഹിച്ച തിരൂരിലെ ഏക നേതാവ് കൂടിയാണ് K അബൂബക്കർ. അദ്ദേഹത്തിന്റെ കാലശേഷം ഇന്നുവരെ ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃനിരയിൽ നിന്ന് ആരും നഗരപിതാവ് പദവിയിൽ എത്തിയിട്ടില്ല. 1995-ൽ നഗരഭരണം CPM പിടിച്ചെടുത്തിരുന്നു. അന്ന് CPMിലെ KP മൊയ്തീൻകുട്ടിയായിരുന്നു അധ്യക്ഷൻ. അടുത്ത തവണ ലീഗ് ഭരണം തിരിച്ചു പിടിച്ചെങ്കിലും അധ്യക്ഷ പദവി വനിതാ സംവരണമായി. തുടർന്ന് T കുഞ്ഞിബീവിയാണ് അധ്യക്ഷ പദവി വഹിച്ചത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ ലീഗ് റിബലായി മത്സരിച്ച് വിജയിച്ച കണ്ടാത്ത് മുഹമ്മദ് അലി അധ്യക്ഷനായാണ് ഭരണസമിതി നിലവിൽ വന്നത്. പിന്നീടുള്ള 5 വർഷം വനിതാ സംവരണത്തെ തുടർന്ന് സഫിയ ടീച്ചർ അധ്യക്ഷയായി. അടുത്ത തിരഞ്ഞെടുപ്പിൽ LDF ഭരണം പിടിച്ചെടുത്തു. തുടർന്ന് അഡ്വക്കേറ്റ് S ഗിരീഷ്, K ബാവ എന്നിവർ അധ്യക്ഷ പദവി വഹിച്ചു. ഇപ്പോൾ കാലാവധി അവസാനിച്ച കൌൺസിലിനെ നയിച്ചത് AP നസീമയായിരുന്നു. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിനെ നയിച്ച ഇബ്രാഹിം ഹാജി നിലവിൽ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റാണ്. ഇബ്രാഹിം ഹാജിയെ പാർട്ടി ലീഡറായി കഴിഞ്ഞ ആഴ്ച പാണക്കാട് സാദിഖലി തങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. വാരിയത്തറ വാർഡിൽ നിന്ന് 267 വോട്ടിനാണ് ഇബ്രാഹിം ഹാജി വിജയിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഡെപ്യൂട്ടി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പും നടക്കും. സിന്ധു മംഗലശ്ശേരിയെയാണ് കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തീരുമാനിച്ചിട്ടുള്ളത്. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.